ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഗുരുവിന്റെ ചൈതന്യത്തിന് മുന്നിൽ ശിരസുകൾ അർപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ചില നവോത്ഥാന ഊച്ചാളി നായകന്മാരുണ്ട്. സുനിൽ പി, ഇളയിടം, ശ്യാം, അങ്ങനെ കുറച്ച് എണ്ണം. ഇവർ പൊതുവെ ചെയ്യുന്നത് ജാതികൾ തമ്മിൽ പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന ഭ്രഷ്ടുകളെ കാണിച്ചുകൊണ്ട് ഇവർ തന്നെ വേർതിരിച്ചിട്ടുള്ള സവർണൻ അവർണൻ കാറ്റഗറിയെ തമ്മിൽ തല്ലിക്കുക എന്നതാണ്. ഗുരു ചെയ്തിരുന്നത് അതാണോ? വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ചിലർക്ക് വിവരമുണ്ടായില്ല. നമ്മുടെ ചില പ്രബുദ്ധ ടീമിനെ പോലെ. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകൾ പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് എന്നും ആ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ജാതികൾക്കിടയിൽ ഉച്ചനീചത്വങ്ങളും അനാചാരങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വന്നപ്പോൾ അതെല്ലാം തെറ്റാണ് എന്ന് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ഗുരുവിന് കഴിഞ്ഞു. ഗുരു അങ്ങനെയാണ് നാട്ടിൽ ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലാതാക്കിയത്. പക്ഷെ നമ്മുടെ ഈ അഭിനവ ഊച്ചാളി നവോത്ഥാന നായകന്മാർക്കുള്ള പ്രശ്നം, ഈ ജാതികളെല്ലാം തങ്ങൾക്കിടയിൽ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളെ അനാചാരങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒന്നാകുന്നത് സഹിക്കാൻ പറ്റാത്തവർ. അതുകൊണ്ടാണ് എത്ര ബലാത്സംഗം ചെയ്താലും എത്ര പീഡനങ്ങൾ ഉണ്ടായാലും അവർ വേടനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ എല്ലാ പ്രസംഗങ്ങളിലും കാണാം ജാതീയമായ വിഭിന്നത നിലനിർത്തി പോരണം എന്ന ചിന്തയോട് കൂടിയുള്ള പ്രഭാഷണങ്ങൾ. ഞാനും കുറെയൊക്കെ കേട്ടിട്ടുണ്ട്, പണ്ട് ഇതൊക്കെ നമ്മുടെ തലയിലേക്ക് വാങ്ങിയിട്ടുമുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, നമുക്ക് വേണ്ടത് അത്തരം ചിന്തകളെപ്പറ്റി സംസാരിക്കാതിരിക്കുക എന്നതാണ്. അങ്ങനെ സംസാരിക്കാതിരിക്കുകയും നമ്മൾ ഈ നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ചില അന്തം കമ്മി ഊച്ചാളി നവോത്ഥാന നായകർ നമുക്കടുത്ത് വന്ന് പറയും, നീ അവർണനാണ്, നിന്നെ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, നിന്നെ ഇത്രയും നികൃഷ്ടമായിട്ടാണ് കണ്ടത്, നിന്റെ പൂർവികരെല്ലാം ഇവരുടെ പൂർവികർ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഊച്ചാളികളോട് ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങൾ സവർണൻ എന്ന് വിശേഷിപ്പിക്കുന്ന കാറ്റഗറിയെ വഴി കൂടെ പോയി അടിക്കണോ? അതോ അവരോടും ഞാൻ അകലം പാലിക്കണോ, തൊട്ടുകൂടായ്മ പാലിക്കണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അറിഞ്ഞു വെച്ചാൽ മതി എന്നത് മാത്രമാണെങ്കിൽ നമുക്ക് ആ സോഴ്സുകൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളായിട്ട് സ്റ്റേജിൽ കയറി നിന്ന് വീണ്ടും ബ്രാഹ്മണിക്കൽ ഹെജിമണി വാഴയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കരുത്. നിങ്ങളെപ്പോലുള്ള ഉച്ചാളികൾ കാണിച്ചു തന്നിട്ടുള്ള മാർഗങ്ങൾ വളരെ മ്ലേച്ഛമാണ് എന്നത് എന്നെ കൊണ്ട് പറയിക്കുകയായിരുന്നു. ഗുരുവിനെ കുരിശിൽ തറച്ച ടീമാണ് നിങ്ങളെല്ലാവരും എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് 1000 നാവാണ്. തുടങ്ങിയല്ലേ ഒരറ്റത്തുനിന്ന് സവർണൻ അവർണൻ വാഴയ്ക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ ഞങ്ങൾക്കറിയാം. ഗുരു പറഞ്ഞ വഴിയിൽ തന്നെ ഞങ്ങൾ നടക്കും. നിങ്ങളെപ്പോലെ ജാതി പറഞ്ഞ് തമ്മിൽ തല്ലിക്കാൻ ഗുരു ഇന്നേ വരെ നിന്നിട്ടില്ല. ആ പേരുച്ചരിക്കാൻ പോലും നിങ്ങളെപ്പോലുള്ള ഊച്ചാളികൾക്ക് അർഹതയുമില്ല.